ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല നിറം വെക്കാനും നല്ല ഹെൽത്തി ആയിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ വിളർച്ച ക്ഷീണമൊക്കെ മാറ്റാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തിയായ മുന്തിരി ലൈം ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒരാഴ്ച നിങ്ങളൊന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കുക, അപ്പോഴറിയാം അതിൻ്റെ റിസൾട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മുന്തിരി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം നമുക്ക് എടുക്കാനായിട്ട്. അതേപോലെ തന്നെ ഒരു ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുന്തിരി ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീരും കൂടി അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി ഒരു ഏലക്ക ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇത് കുരുവില്ലാത്ത മുന്തിരിയാണ്. അപ്പോൾ ഞാൻ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഈ വെക്കേഷനിൽ കുട്ടികളൊക്കെ വീട്ടിലിരിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇപ്പം മുന്തിരിയൊക്കെ കിട്ടാനായിട്ട് നല്ല സുലഭമായിട്ട് കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മളെ രക്തക്കുറവൊക്കെ മാറ്റി കുട്ടികൾക്കൊക്കെ നല്ല നിറം വെക്കും. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇത് നല്ല നിറം വെക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഈ മുന്തിരി. മുന്തിരിയിൽ ധാതുക്കൾ, വിറ്റാമിൻ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നിങ്ങളിതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കുക. അപ്പോൾ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ധാരാളം വൈറ്റമിനൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ മുന്തിരി. ഇത് നമുക്ക് സെർവ് ചെയ്യാം. സെർവിങ് ഗ്ലാസ്സിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ മധുരമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ മധുരം ആവശ്യമുള്ളവർ ഇതേപോലെ ഇത്തിരി തേൻ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉച്ച സമയത്തൊക്കെ ഇതേപോലെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അവർ ദാഹത്തോടു കൂടി അത് കുടിക്കുകയും ചെയ്യും. ആ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും. ഇത് നമുക്കറിയാമല്ലോ, നമുക്ക് മുന്തിരി എപ്പോഴും നല്ല ഹെൽത്തിയായ ഒരു ഫ്രൂട്ട്സാണെന്ന്. അപ്പോൾ കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് ഇതേപോലെ കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉച്ച സമയമൊക്കെ ആകുമ്പോൾ കൊടുക്കുക. അപ്പോൾ കുട്ടികൾ എത്ര കഴിക്കാത്ത കുട്ടികളാണെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ സമയം ഒരു നല്ല ദാഹമുള്ള സമയമായിരിക്കും. ഈ വെക്കേഷൻ എപ്പോഴും നല്ല ചൂടുള്ള സമയമാണല്ലോ. അപ്പോൾ ഇതൊന്നും ഇതേപോലെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. അപ്പോൾ അവരുടെ വിളർച്ചയും ക്ഷീണമൊക്കെ മാറ്റി നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. അതേപോലെ തന്നെ ഈ മുന്തിരി കഴിച്ചാൽ നമുക്കറിയാം എല്ലാവർക്കും നല്ല നിറം വെക്കുമെന്നും അറിയാം. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക.